ഹലോ നമസ്കാരം രഞ്ജിത്ത്. എങ്ങനെയാണ് വീഡിയോ അഡ്വർടൈസ്മെൻറ്റുകൾ ഇനിയുള്ള കാലങ്ങളിൽ എടുക്കേണ്ടത് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. കാരണം പണ്ട് കാലങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നു, പണ്ട് കാലം എന്ന് പറയുമ്പോൾ കഴിഞ്ഞൊരു 10-20 വർഷങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ ബ്രാൻഡുകളെല്ലാം വലിയ വീഡിയോ അഡ്വർടൈസ്മെൻറ്റുകൾ കോടികൾ ചിലവാക്കി പ്രൊഡ്യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അല്ലേ. പല ബ്രാൻഡ് അംബാസിഡേഴ്സിനെ കൊണ്ടുവന്ന് അവർക്ക് തന്നെ വലിയ ഒരു പേയ്മെൻറ്റ്, ലക്ഷങ്ങളോ കോടികളോ ഒക്കെ ചിലപ്പോൾ പേയ്മെൻറ്റ് കൊടുത്തിട്ടാണ് വലിയ ബ്രാൻഡ് അംബാസിഡേഴ്സിനെ കിട്ടുക. അവരെ കൊണ്ടൊരു 5 മിനിറ്റ് പരസ്യം അഭിനയിപ്പിച്ച് ആ പരസ്യത്തിന് എന്തെങ്കിലും ഒരു തീമൊക്കെ ഉണ്ടാക്കി പ്രസിദ്ധമായിട്ടുള്ള ചാനലുകളിലൊക്കെ വളരെ പോപ്പുലറായിട്ടുള്ള ഷോകളുടെ ഇടയിൽ കുത്തിത്തിരികെയൊക്കെയാണ് ആളുകൾ ഒരു ബ്രാൻഡ് ബിൽഡിംഗ് ശ്രമിച്ചിരുന്നത്. ഇനിയുള്ള കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള ബ്രാൻഡ് ബിൽഡിംഗ് വീഡിയോകൾ പോസിബിൾ ആണോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റുകൾ ആവശ്യമുണ്ടോ? ഒരു കാര്യം ഉറപ്പിച്ച് തറപ്പിച്ച് പറയാം, ഇനിയുള്ള കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഡിജിറ്റൽ പ്രസൻസ് തന്നെയാണ് നമുക്ക് വേണ്ടത്. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിലാണ് നമ്മൾ വൈറലാവേണ്ടത്. കോണ്ടൻറ്റ് തന്നെയാണ് കിങ് ആയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കോണ്ടൻറ്റിൻ്റെ ഒരു ഭാഗമാണ് നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത്. നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്ന തരത്തിലുള്ള വീഡിയോകൾക്കാണ് ഇപ്പോൾ പ്രിയമുള്ളത്. തീർച്ചയായിട്ടും വ്ളോഗുകളൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ പണ്ട് കാലത്ത് ന്യൂസ് പേപ്പറിലൊക്കെ ഒരു ആർട്ടിക്കിൾ പോലെ കൊടുത്തിരുന്ന പരസ്യങ്ങളുണ്ട്. എഡ്വർട്ടോറിയൽ എന്നാണ് നമ്മളതിനെ പറയുക. എഡ്വർട്ടോറിയലിൻ്റെ പോലെ തന്നെയുള്ള വീഡിയോകൾ സോഷ്യൽ മീഡിയയിലൂടെ ടെസ്റ്റിമോണിയലൊക്കെ പോലെ സ്പ്രെഡാക്കുന്ന രീതിയാണ് സത്യം പറഞ്ഞാൽ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ശരിക്കും വീഡിയോകളിൽ ഉപയോഗപ്രദമാവുക. അപ്പോൾ സാധാരണഗതിയിൽ ഉണ്ടായിരുന്ന പരമ്പരാഗതമായ രീതിയിലുള്ള ലക്ഷങ്ങളും കോടികളും പൊടിച്ചുകൊണ്ടുള്ള വീഡിയോ പ്രൊഡക്ഷൻ ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. അപ്പോൾ എന്താ ഇനി ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട്, വ്ളോഗേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട്, തേർഡ് പാർട്ടി പ്രൊഡക്ഷൻ കമ്പനികളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വാല്യൂ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിന് വാല്യൂ കൊടുക്കാൻ പറ്റുന്ന കോണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുകയും സ്ഥിരമായിട്ട് നിങ്ങളുടെ പേജിലൂടെയോ നിങ്ങളുടെ മറ്റ് ചാനലുകളിലൂടെയോ, യൂട്യൂബ് ചാനലാവാം ഒരു പക്ഷേ, ഇതിലൂടെ സ്ഥിരമായി കൊടുത്തുകൊണ്ടിരിക്കുക, കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. 3 എകളാണ് ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. നിങ്ങൾക്ക് ഓർമ്മ വയ്ക്കാൻ വേണ്ടിയാണ് അതിനെ 3 എകളാക്കുന്നത്. എന്തുകൊണ്ടാണ് ട്രഡീഷണലായിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റുകളെ വിട്ടുകൊണ്ട് പുതിയ രീതിയിലുള്ള അഡ്വർടൈസ്മെൻറ്റുകൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വ്ളോഗുകൾക്ക്, ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിന് ഒക്കെ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ള 3 എകളാണ്. ഏറ്റവും ആദ്യത്തെ എ ഒതൻറ്റിസിറ്റി തന്നെയാണ്. ഏതെങ്കിലും ഒരു ബ്രാൻഡ് അംബാസിഡർ വന്ന് പറയുന്നതിന് പകരം, അമിതാഭ് ബച്ചനോ മമ്മൂട്ടിയോ മോഹൻലാലോ ഒക്കെ വന്ന് പറയുന്നതിന് പകരം, നിങ്ങൾ തന്നെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സേവനമോ പ്രൊഡക്റ്റോ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരാൾ തന്നെയോ വന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒതൻറ്റിസിറ്റി കുറേ കൂടി വളരെ കൺവിൻസിംഗ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ടെസ്റ്റിമോണിയൽ കാണുമ്പോൾ ഉണ്ടാകുന്ന നിങ്ങളുടെ ബ്രാൻഡിനെ കുറിച്ചുള്ള ഒതൻറ്റിസിറ്റി വർദ്ധിക്കുന്നു. ഒരു വ്ളോഗർ പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറയുമ്പോൾ നിങ്ങളുടെ ബ്രാൻഡിനെ കുറിച്ച്, നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച്, അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച്, ഫീച്ചേഴ്സിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒതൻറ്റിസിറ്റി വർദ്ധിക്കുന്നു എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അടുത്ത രണ്ടാമത്തെ എന്ന് പറയുന്നത് അറ്റാച്ച്മെൻ്റ് ആണ്. പലപ്പോഴും ഏതോ ഒരാൾ വന്ന് പറയുമ്പോഴും നമുക്കതിനോട് യാതൊരു അറ്റാച്ച്മെൻറ്റും തോന്നുന്നില്ല. എന്നാൽ നമ്മളെപ്പോലെ സാധാരണക്കാരനായ ഒരാൾ, നമ്മളിൽ ഒരാളായിട്ടുള്ള ഒരാൾ വന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിന് കുറച്ചുകൂടി കൺവിൻസിങ് പവർ ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും സാധാരണക്കാരൊക്കെ പറയുന്ന പല വീഡിയോസും, കോണ്ടൻറ്റുള്ള വീഡിയോസും ഭയങ്കര വൈറലായി മാറുന്നത്. അപ്പോൾ ഒന്ന് ഉറപ്പിച്ചോളൂ, നിങ്ങൾ നിങ്ങളുടെ ശൈലിയിൽ പറഞ്ഞാൽ മതി. പലപ്പോഴും ഇതിന് ഭയങ്കര നമ്മൾ ഫോർമലാക്കാനൊക്കെ ശ്രമിക്കുമ്പോഴാണ് ഭയങ്കര ഫോർമലായിട്ടുള്ള ഒരു സാധനമായിട്ട് മാറുന്നത്. നിങ്ങളുടെ രീതിയിൽ അവതരിപ്പിക്കുക, തന്മയത്വത്തോടു കൂടി നാച്ചുറലായിട്ട് അവതരിപ്പിക്കുക. ആളുകൾക്ക് നിങ്ങളോടും നിങ്ങളുടെ പ്രൊഡക്റ്റിനോടും ഒരു അറ്റാച്ച്മെൻറ്റ് ഫീൽ ചെയ്യും. അറ്റാച്ച്മെൻ്റാണ് രണ്ടാമത്തെ എ. മൂന്നാമത്തെ എ എന്ന് പറയുന്നത് ആങ്സൈറ്റിയാണ്. അത് ഒരു ആൻഷ്യസ് ആയിട്ടുള്ള ബിഹേവിയർ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. കാരണം നിങ്ങളൊരു കോണ്ടൻറ്റ് പറഞ്ഞു പോകുമ്പോൾ ഇതിൻ്റെ ക്ലൈമാക്സിനെ കുറിച്ചൊന്നും പെട്ടെന്ന് ആളുകൾക്ക് ഗസ് ചെയ്യാൻ സാധിക്കില്ല. എന്നുള്ളൊരു പരസ്യം കാണുമ്പോൾ, ഒരു സാധാരണ പരസ്യം കാണുമ്പോൾ ഇത് എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായ ധാരണ കിട്ടും. കാരണം അതിനകത്ത് കൂടുതൽ ഇൻഫർമേഷൻ ഒന്നും അടങ്ങിയിട്ടുണ്ടാവില്ല. അതേസമയം നിങ്ങളുടെ ഒരു വ്ളോഗ് ആവട്ടെ, നിങ്ങളുടെ ഒരു കോണ്ടൻറ്റ് ആവട്ടെ, ഇതിനകത്തൊരു ഇൻഫർമേഷൻ കൂടി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട് ഏറ്റവും അവസാനം വരെ ആ ഒരു ആൻസൈറ്റി പിടിച്ചു നിർത്താനായിട്ട് നമുക്ക് സാധിക്കും. ഈ 3 എകൾ വളരെ പ്രധാനമാണ്. ഈ 3 എകളും കൂടിയുള്ള തരത്തിലുള്ള ഒരു വീഡിയോ കോണ്ടൻറ്റ് ക്രിയേഷൻ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ സെയിൽസിൽ വരുത്താനാവുമെന്നുള്ളത് ഉറപ്പാണ്. ബ്രഹ്മ ലേണിംഗ് സൊല്യൂഷൻസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ അക്ഷ പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന വീഡിയോ കോണ്ടൻറ്റ് പ്രൊഡക്ഷൻ
വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ്, വലിയ പരിവർത്തനങ്ങളാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളുടെ പല ക്ലയൻസിലും വലിയ സെയിൽസ് ബൂസ്റ്റ് ഉണ്ടാക്കാൻ ഈ ഇൻ്റർവെൻഷന് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്തരത്തിലുള്ള വീഡിയോ കോണ്ടൻറ്റ് സ്ട്രാറ്റജികളും വീഡിയോ പ്രൊഡക്ഷൻ സ്ട്രാറ്റജികളും പ്രൊഡക്ഷനും ഒക്കെയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അക്ഷ പ്രൊഡക്ഷൻസിനെ കണക്ട് ചെയ്യാം. അക്ഷയുടെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കണക്ട് ചെയ്യുക, ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുക, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷന് പോവുക. വളരെ ചെറിയ കോസ്റ്റിൽ വലിയ രീതിയിൽ നിങ്ങളുടെ മെസ്സേജ് ആളുകളിലേക്ക്, നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഓൾ ദി ബെസ്റ്റ്.